പിന്നെ അമ്മേ ചക്ക പറിക്കാൻ പോയിട്ട് കിട്ടിയില്ലേ? ഇന്ന് ചക്ക പറിക്കാൻ പോയതല്ല അല്ലേ? കുറേ വിറകേ അന്ന് വെട്ടിയിട്ട വിറകെല്ലാം അതിനകത്തൂടെ കിടക്കുമല്ലേ, എല്ലാവേ പറമ്പിൽ കൂടെ കിടക്കും. അപ്പം നമുക്ക് സമയം കിട്ടുന്ന അനുസരിച്ച് കുറേശ്ശെ കുറേശ്ശെ വാരിയേ കൊണ്ട് അടുക്കി വെക്കാം. ഇതാണ്ട് നമ്മുടെ അപ്പൂപ്പൻ താടിയെല്ലാം വാടി നിൽക്കുന്നു, വെയിലായിട്ടെന്ന് തോന്നുന്നു. ചക്ക വേണം? ചക്ക വേണ്ട, അതേ കിടക്കുന്നു കുഞ്ഞി ചക്ക. കണ്ട കുഞ്ഞിച്ചക്ക, അത് വിളഞ്ഞാന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ നിറച്ചു വിറക് കിടപ്പുണ്ടല്ലോ അമ്മേ. ഇതെല്ലാം പിറക്കണം നമുക്ക്. നാളെ ഒന്നും പഠിത്തമില്ലല്ലോ. നാളെ ഞാൻ എങ്ങോട്ടേലും പോവാ, പൊക്കോണം. രാവിലെ തൊട്ട് ഇറങ്ങി ചേട്ടനും അനിയനും കൂടെ പെറുക്കിക്കോ കേട്ടോ. അതേണ്ട കുഞ്ഞി ഒരു വാഴച്ചുണ്ട് നിൽക്കുന്നത്, ഒഴിച്ചോണ്ട് പോകാം, നമുക്ക് നാളെ കറി കിട്ടാം. വാഴച്ചുണ്ടും പേറും കൂടെ. ഇതെന്നാത്തിനാമ്മ ഇവിടെ ഇത്രയും വിറക് കിടന്നിട്ടും അവിടെ പോയി എടുക്കുന്നേ? അത് ചിലപ്പോൾ ഇവര് ഈ പറമ്പ് കിളയ്ക്കുമായിരിക്കും, ഏലത്തിന്റെ ചോടി കൂടെ. അന്നേരം ആ കിടക്കുന്ന കമ്പുകളെല്ലാം കുഴിച്ചു മൂടും. അല്ലെങ്കിൽ ഓസ് വലിക്കാൻ പാടല്ലേ മരുന്നടിക്കുമ്പോൾ. അപ്പോൾ ഉള്ള സമയത്ത് നമുക്ക് പെറുക്കി ഇടുവാണെങ്കിൽ ഇഷ്ടം പോലെ കത്തിക്കാമല്ലോ. ഇവിടെ നിറച്ചു വിറകാണല്ലോ. ഇത് ഈ സൈഡിൽ നിന്ന് വെട്ടിയതെല്ലാം കൂടെ താഴോട്ട് ഇട്ടിട്ടേ അതെല്ലാം കൂടെ വെട്ടി നമ്മുടെ സൈഡിൽ കൂടെ ചാരി വെച്ചാൽ അവിടെ ഇരുന്ന് വെയിലടിക്കുമ്പോൾ ഉണങ്ങിക്കോളും. ഓക്കെ, ആ സൈഡിലുള്ളതും കൂടെ പോയാൽ വാരി ഇട്ട് വരാം. ചുണ്ടടിക്കാൻ പോവാണോ അമ്മേ? ചുണ്ടടിക്കാനാണ് ഉദ്ദേശം, പക്ഷേ ഈ കമ്പ് എത്തൂല. ഇച്ചിരിയോടെ കവട്ടയുള്ളൊരു കമ്പാണെങ്കിൽ കണ്ടോ, നമ്മുടെ പയറിന് ഇനിയും കയറാനുള്ള ഇടയില്ലല്ലോ, അങ്ങനെ തൂക്കി കൊടുക്കണം. മേളിലോട്ട് രണ്ട് നെരി ഉണ്ടെങ്കിൽ നീളമുള്ളത് തൂക്കി കൊടുക്കാറുണ്ടല്ലേ. ഇനി ഞാൻ ഒരെണ്ണം എടുത്ത് ഇവിടെ കൊണ്ട് വെച്ച് കൊടുത്തു. എനിക്ക് തോന്നിയത് ഈ കടപ്പയറാണോന്ന് അറിയത്തില്ല. ചുമലപ്പയറാണോ ചുമലയാണോന്ന് അറിയത്തില്ല. ഇത് ചുമലയാന്ന് തോന്നുന്നു കേട്ടോ. ഇത് കണ്ടോ, ഇതിലൊരു പുള്ളിയുണ്ട്. പയറോ? പയറില്ല, ഒരു പൂവ്. അതിന്റെ ആ പൂവിന്റെ അറ്റത്ത് ചുവപ്പ് കളർ വരുമല്ലോ, ചുവപ്പ്. ഇത് കണ്ടോ, അതാ ചുമലപ്പയറിന്റെ. ഇത് പുഴുവാണോ ഇരിക്കുന്നത്? ആർക്കറിയാം, കായ്ക്കാൻ തുടങ്ങിയാൽ പുഴുവൊക്കെ കാണും. ഇത് കണ്ടോ, ഈ കുഞ്ഞു കുഞ്ഞു കമ്പെല്ലാം കൂടെ കൊടുക്കുവാണെങ്കിലേ വെട്ടി ഓടിക്കണ്ട നമുക്ക് കത്തിക്കാൻ. അത് ഇതിനകത്ത് ഇഷ്ടം പോലെ ഉണ്ട്. ഞാനെന്താ അവിടെ എല്ലാം കിടപ്പുണ്ട്. ഇതെല്ലാം കൂടെ പെറുക്കി എടുത്താൽ മതി അല്ലേ. എന്ത് ചെയ്യാമേ? മുമ്പേ അച്ഛൻ ചിക്കനൊക്കെ വാങ്ങിച്ചോണ്ട് വന്നിട്ട് അച്ഛമ്മച്ചി ചിക്കനും കൊണ്ട് എന്തോ ഉണ്ടാക്കുന്നുണ്ട്. എന്നാ അച്ഛമ്മച്ചി? ചിക്കൻ കറി വെക്കാൻ പോവാ. നല്ല സവോള വഴറ്റാൻ ഇട്ടേക്കുന്നേ. ചിക്കൻ കറിയും വെച്ച് കറി മാത്രമേ ഉള്ളൂ. അല്ലല്ല അല്ലേ, ഞാൻ നല്ല ഗോതമ്പ് ദോശ ഉണ്ടാക്കാൻ പോകും. ഇപ്പൊ ഒത്തിരി ദിവസമായില്ലേ ഗോതമ്പ് ദോശ ചിക്കൻ കറിയും ഗോതമ്പ് ദോശ കൊള്ളാം. കപ്പളങ്ങാപ്പഴം ജ്യൂസ് പഴമായിട്ട് തന്നാ മതിയായിരുന്നു, എനിക്ക് ജ്യൂസ് ഇഷ്ടമല്ല. കുടിച്ചേക്കാം. നാളെയും ദോശയാണോ അമ്മേ? നാളെ ദോശയല്ല, നാളെ ഞാൻ അപ്പവും ഗ്രീൻ ബീൻസ് കറിയും വെക്കാന്ന് വിചാരിച്ചായിരുന്നു. അപ്പൊ ചിക്കൻ കൊണ്ടുവന്നല്ലോ, ഇപ്പൊ അപ്പവും ചിക്കനും വെക്കാം രാവിലെ. കുഞ്ഞിയുടെ സന്തോഷം. അതെ 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 അതെ. ദോശ ചൂടലാണോ? ദോശ ചൂടല. ഇത് പൊറോട്ട പോലത്തെ ദോശ. നല്ല അടിപൊളി ദോശയാണല്ലോ. ഇപ്പൊ കണ്ടോണം. അയ്യോ, അങ്ങനെ നീ കണ്ടോ, പൊറോട്ട പോലെ ആയില്ലേ. ഒരാളെ സഹായിക്കാന്നും പറഞ്ഞു വന്നാലും സമ്മതിക്കില്ല കേട്ടോ. പൊങ്ങി വരുന്ന കണ്ടോ, സൂപ്പർ പൊറോട്ട അല്ലേ. ഇപ്പോൾ ഇന്ന് ചിക്കൻ കറിയും പൊറോട്ടയും അങ്ങനെയാണോ? പൊറോട്ട അല്ല, ദോശ. അതെല്ലേ, ഇത് ദോശയാണോ പൊറോട്ടയാണെന്ന് പറയടാ. കണ്ടോ, അമ്മ ഇങ്ങനെ ഓരോരോ പരിപാടി കാണിക്കും, എന്നിട്ട് ആൾക്കാർ ഇത് ഉണ്ടാക്കാൻ നോക്കും, അത് ശരിയാവുകയില്ല. സംഭവം നല്ല കുബൂസ് പോലെ നല്ല സ്മൂത്ത്, നല്ല അടിപൊളി സാധനമാണ്. നല്ല എന്നാ പറഞ്ഞ മാർദ്ദവമുള്ള മയമുള്ള സംഭവം. ഇതൊക്കെ അതെ അതെ തള്ളി അങ്ങ് മറിച്ചോളുവാണ്.
ആ ഇത് ഇതൊക്കെ കൊള്ളാം. സമയം ഞാൻ ചുമ്മാ എടുത്ത് പറഞ്ഞതാണോ? ഇതൊക്കെ സമയം എടുത്തുണ്ടാക്കണം അറിയാവോ? പൊറോട്ട വാങ്ങിച്ചു തരാന്ന് പറഞ്ഞ് പറ്റിച്ചതും പോരാ, എന്നിട്ട് അതിനെ അങ്ങ് പുകഴ്ത്തി. എങ്ങനെയെങ്കിലും അത് നല്ലപോലെ ആയിക്കോട്ടെന്നും കൊണ്ട് പറഞ്ഞല്ലേ. ഇതിപ്പോ കണ്ടോ, ഇത് പൊറോട്ട എന്ന് പറയല്ലേ? പിന്നെ പറയും. അതെ, കണ്ടോ? കണ്ടില്ലാത്ത ആരും കണ്ടോ? പറയും. അല്ലേ? നോക്കടാ. അല്ല, പൊറോട്ട കണ്ടിട്ടില്ലാത്ത ആരും പറയുമോ പൊറോട്ടയാണ്? എനിക്ക് തോന്നുന്നത് ഇത് പണ്ട് അറബി നാട്ടിലെങ്ങാണ്ടായിരുന്നു തോന്നുന്നു. കുബൂസ് ഉണ്ടാക്കുമായിരുന്നു തോന്നുന്നു. ഇപ്പൊ കുബൂസാണ് ഇതെങ്ങനെയാണല്ലേ നോക്ക്. സംഭവം സെറ്റായി. സംഭവം സെറ്റാണെന്ന് നോക്കടാ. പൊങ്ങി ഇത് കണ്ടോ? വന്നില്ല. ഇത് കണ്ടോ? നമ്മുടെ ചൂട് ഗോതമ്പ് ദോശയും ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കഴിച്ചു നോക്കിയേ. എന്താടാ ഇതിൻ്റെ എല്ലാം ഫുൾ ക്രെഡിറ്റ് എനിക്കാണ് കേട്ടോ. അതെ അതെ അതെ, അതിനാ തീരാറായി ഞാൻ ആ ദോശ എന്തേരെ പുകഴ്ത്തിയതാണെന്നറിയാവോ? അതുകൊണ്ടാന്ന് തോന്നുന്നു ഒരു ടേസ്റ്റ് ഇല്ലാത്ത. അപ്പോഴോ ആ അത് കൊള്ളാം. കറക്റ്റ് ഇപ്പം ഇതിൻ്റെ ടേസ്റ്റ് എന്നാന്നുള്ളത് പോപ്പി പറയാം. എല്ലാവരും അവന് ചിക്കൻ കറി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അവൻ്റെ മുഖം കാണുമ്പോൾ അറിയാം. 100 ഗ്രാം ആണെന്ന് എടുത്തോടാ. ഞാൻ എടുക്കുന്നുണ്ട് നീ. ആ അതെയല്ലേ. എങ്ങനുണ്ട്? ആ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ. ഇന്നലെ ചക്ക വേവിച്ച് കൊടുത്തപ്പോ എന്നാ പറഞ്ഞേ? ആ കൊള്ളാം, കുഴപ്പമില്ല, ഉം. ഇന്നിപ്പം നല്ലതാ, കൊള്ളാം. അപ്പം അടിപൊളി ചിക്കൻ കറി, ഗോതമ്പ് ദോശയും പൊറോട്ട പോലത്തെ ഗോതമ്പ് ദോശയും പൊറോട്ട പോലത്തെ. ആ ഉണ്ടാക്കി തന്ന അച്ചമ്മച്ചിക്ക് അകൈതവുമായ നന്ദി അറിയിച്ചുകൊള്ളുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. വീണ്ടും കാണാം.